കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നൊയമ്പിലെ അവസാനത്തെ ഞായറാഴ്ച നമ്മൾ ഒരുമിച്ച് വിശുദ്ധ ബലി അർപ്പിച്ച ശേഷം കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ചേർത്ത് വെച്ചല്ലോ. ഈ നൊയമ്പിൽ നമ്മൾ ഏറ്റവും അധികം ഞായറാഴ്ച ദിവസം നമ്മൾ കണ്ടൊരു സുവിശേഷ ഭാഗം, കർത്താവായ യേശു മിശിഹ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ദൈവജനത്തിൻ്റെ ഇടയിൽ വലിയവനായി തീരുന്നു. ഒരു ക്രിസ്ത്യാനി ഈ നൊയമ്പിൽ ദൈവനാമത്തിൽ വിശുദ്ധിയോടെയും അനുഗ്രഹത്തോടെയും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവജനത്തിനിടയിൽ ജീവിച്ചുകൊണ്ട് ദൈവനാമത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ ഈ ദൈവജനത്തിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ നാമത്തിൽ അവൻ അറിയപ്പെടണം. അങ്ങനെ അറിയപ്പെട്ടാൽ മാത്രമേ അവൻ്റെ ജീവിതം ഒരുപാട് അനുഗ്രഹത്തിലേക്കും ഒരുപാട് കൃപയിലേക്കും ഒരുപാട് സമാധാനത്തിലേക്കും അവൻ നയിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 41 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇവിടെ അന്ധനെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് കർത്താവായ യേശു മിശിഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കർത്താവായ യേശു മിശിഹാൻ്റെ അടുത്ത് ഒരു അന്ധൻ വരുമ്പോൾ കർത്താവ് ആ വ്യക്തിയെ സൗഖ്യപ്പെടുത്തുന്നു. അതായത് എൻ്റെ ആധ്യാത്മികമായ ജീവിതത്തിൽ, എൻ്റെ അനുദിനമായ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിന് തിരക്കിൻ്റെ ഇടയിലെല്ലാം ഞാൻ കർത്താവിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവായ യേശു മിശിഹ നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ ആ കുറവിനെ കൃപയാക്കി മാറ്റാനുള്ള ശക്തി ആർക്കുണ്ട്? കർത്താവായ യേശു മിശിഹയ്ക്കുണ്ട്. അപ്പോൾ കർത്താവായ യേശു മിശിഹയ്ക്ക് അത്ര വലിയ അനുഗ്രഹവും അത്ര വലിയ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവിനെ എടുത്തു മാറ്റാനുള്ള ശക്തി കർത്താവിനുണ്ടാകുമ്പോൾ കർത്താവ് കൂടുതൽ നമ്മളിലേക്ക് ചേരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ കർത്താവായ യേശു മിശിഹ സിലോഹായി പോയി കഴുകിക്കളയണം. ആദ്യം അവൻ്റെ കണ്ണുകളിൽ ചെളിയുണ്ടാക്കി അത് തേക്കുകയും എന്നിട്ട് അവനോട് സിലോഹ പോയി കഴുകിക്കളയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ആ വ്യക്തി അതുപോലെ ചെയ്യുമ്പോൾ അതേ സമയത്ത് അവന് സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. കണ്ണുകൾ തുറന്നു കഴിയുമ്പോൾ അവൻ ഈ ലോകത്തെയും ദൈവത്തിൻ്റെ സൃഷ്ടിയെയും ദൈവം മനോഹരമായി സൃഷ്ടിച്ച എല്ലാത്തിനെയും കാണുമ്പോൾ അവന് മനസ്സിലാകും അവൻ്റെ ജീവിതം അനുഗ്രഹമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം കണ്ണുകൾ ലഭിച്ചിട്ടും നമ്മൾ നല്ലത് കാണുന്നില്ല. നമുക്കെല്ലാം അനുഗ്രഹങ്ങൾ, ചുറ്റിനും അനുഗ്രഹം ലഭിച്ചിട്ടും നമ്മൾ ഒരിക്കലും അനുഗ്രഹത്തിൽ നമ്മൾ ജീവിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൽ ജീവിക്കാനും അനുഗ്രഹം ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നത്. നൊയമ്പിലൂടെ നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഓരോ ദിവസത്തെ സുവിശേഷ ഭാഗം നമ്മൾ എടുത്തു നോക്കിക്കേ, അനുഗ്രഹത്തിനു മേൽ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. മറ്റതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അനുഗ്രഹം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അത്ഭുതങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സുഖപ്പെടുത്തുന്നുണ്ട് ദൈവം. അനുദിനമായ ജീവിതത്തിൽ നമ്മൾ ഓരോ വ്യക്തികളും സുഖം പ്രാപിക്കുന്നുണ്ട്, സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ദൈവം നമ്മളെ തൊട്ട് സൗഖ്യം നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, നന്മ ചെയ്താലും കർത്താവായ യേശു മിശിഹായുടെ പുറകെ തിന്മയുണ്ടായിരുന്നു. ഞാൻ ഇന്ന് വ്യക്തി നൊയമ്പിൽ നന്മയിൽ ജീവിക്കാൻ നോക്കിയാലും എൻ്റെ പുറകെ എന്തുണ്ട്? തിന്മയുണ്ട്. മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പാപത്തിൽ ജീവിച്ചവൻ അവൻ അന്ധനാണ്. പക്ഷെ എല്ലാം കണ്ടെത്തിയവരും എല്ലാം കണ്ട് മനസ്സിലാക്കിയവനും പാപം ചെയ്താൽ അവൻ്റെ കണ്ണുകളുണ്ടായാലും അവൻ്റെ ഹൃദയം അന്ധകാരത്തിലാണ്. പ്രിയമുള്ളവരെ, കൃത്യമായിട്ട് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തെ ദൈവം ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുന്നത് സത്യത്തെ കണ്ടുകൊണ്ട്, സത്യത്തിൽ ജീവിച്ചുകൊണ്ട്, സത്യമാണ് എല്ലാത്തിനും എന്നെ സ്വതന്ത്രമാക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനാണ് ഓരോ ക്രിസ്ത്യാനിയെ കർത്താവായ യേശു മിശിഹ നിയോഗിച്ചതും അനുഗ്രഹിച്ചതും. പ്രിയമുള്ളവരെ, ഓരോ സൗഖ്യവും ദൈവം നമുക്ക് നൽകുന്നത് ദൈവനാമത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു അശുദ്ധിയിൽ ജീവിക്കാനല്ല, ദൈവനാമത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു നൊയമ്പിൽ നമ്മൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിലേക്ക് കടന്നു വന്നാൽ ദൈവം നമ്മളെ രക്ഷിക്കും. നമുക്കിവിടെ കാണാം, ഇന്ന് സുവിശേഷം, ഇവൻ ആ അന്ധനല്ലേ, ഇവൻ എങ്ങനെ ഇത് കണ്ടു? അപ്പോൾ അവനോട് ചോദിച്ചു, നീ ആ അന്ധനല്ലേ? അവൻ സമ്മതിച്ചു, അതെ ഞാനാണ്. നിനക്ക് എങ്ങനെ കാഴ്ച ലഭിച്ചു? അപ്പോൾ അവൻ പറഞ്ഞു, നസ്രായനായ യേശു എനിക്ക് കാഴ്ച നൽകി. അപ്പോൾ വീണ്ടും ചോദ്യം വന്നു, ഇവൻ എങ്ങനെ സാബത്ത് ദിവസം
സൗഖ്യപ്പെടുത്തുന്നു. എങ്ങനെ സാബത്ത് ദിവസം അവൻ അനുഗ്രഹം ചെയ്യുന്നു. ഒന്നിൻ്റെ പുറകെ ചോദ്യങ്ങളാണ്. നല്ലത് ചെയ്തപ്പോൾ ചോദിക്കപ്പെട്ടു. നമ്മളും നല്ലത് ചെയ്യുമ്പോൾ ചോദിക്കപ്പെടും. പക്ഷെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ മാത്രം മുറുക്കി പിടിച്ചുകൊണ്ടും ഈ നൊയമ്പ് സമയത്ത് കൂടുതൽ ദൈവത്തെ മാത്രം സ്വീകരിച്ച് ജീവിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒരുക്കിയാൽ മാത്രം മതി. പ്രിയമുള്ളവരെ, ഈ നൊയമ്പ് അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നൊയമ്പാണ്. ഇനി ഏതാണ്ട് അടുത്ത ആഴ്ച നമ്മൾ ഓശാന വലിയൊരു ശുശ്രൂഷ, വലിയൊരു ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നൊയമ്പിൻ്റെ അവസാനം ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ഇനി എൻ്റെ ശേഷിക്കുന്ന ജീവിതം കർത്താവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകാം. നമുക്ക് പ്രാർത്ഥനയിൽ ദൈവത്തെ സ്തുതിച്ചു നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.